സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം. നാം എന്തിന് ജീവിക്കണം? നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ലോകസഞ്ചാരത്തിൽ പലരോടും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പത്രാധിപർ ചോദിച്ചു അത്രേ. റഷ്യക്കാരോട് ചോദിച്ചതിൽ 3 ഭിന്ന ഉത്തരങ്ങളാണത്രേ കിട്ടിയത്. ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നതാണത്രേ ഒരു പ്രൊഫസറുടെ ഉത്തരം. കമ്മ്യൂണിസത്തിൻ്റെ വിജയത്തിന് എന്നതായിരുന്നു മറ്റൊരാളുടെ ഉത്തരം. ഒരു സോവിയറ്റ് കർഷകൻ്റെ ഉത്തരം സമാധാനത്തിനു വേണ്ടി എന്നും. അമേരിക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു നീഗ്രോ ഗ്രന്ഥകാരൻ പണത്തിനും വിനോദത്തിനും വേണ്ടി എന്നുത്തരം പറഞ്ഞു. കാറും റേഡിയോയും TV സെറ്റും ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടത്രേ ഒരു അമേരിക്കക്കാരന്. സാമൂഹ്യ ജീവിതത്തിൽ സുരക്ഷിതത്വമാണ് ഒരു ബ്രിട്ടീഷുകാരൻ്റെ ജീവിതോദ്ദേശം. തങ്ങളെ കൊണ്ട് തങ്ങളുടെ സന്താനങ്ങൾ നന്നായി ജീവിക്കണം എന്നതായിരുന്നു ഒരു ദക്ഷിണേന്ത്യക്കാരൻ്റെ ജീവിതോദ്ദേശ്യം. ഭാര്യ, കുടുംബം, വീട്, സ്വത്ത്, കാറ്, സ്ഥാനം, മാനം ഇവയെല്ലാം മനുഷ്യനെ ജീവിതം തുടരുന്നതിന് പ്രേരിപ്പിക്കുന്നു. എല്ലാ ജീവികളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നില്ലേ? ഉണ്ട്, ധാരാളമുണ്ട്. പെട്ടെന്നുണ്ടായ കടുത്ത നിരാശയിൽ നിന്ന് രക്ഷ നേടാൻ ആലോചനാശൂന്യത കൊണ്ട്. ആലോചിച്ചാൽ അത് ചെയ്യില്ല. എല്ലാവരും ജീവിക്കാനേ ആഗ്രഹിക്കൂ. കാരണം ജീവിതത്തിന് പ്രകൃത്യാ ഒരു ലക്ഷണമുണ്ട്. സ്വന്തക്കാർ മുഴുവൻ മരിച്ചിട്ടും ഉപേക്ഷിച്ചിട്ടും കയ്യും കാലും മുറിഞ്ഞിട്ടും പിന്നെയും ജീവിക്കാനാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. മനസ്സ് അയാളോട് മധുരമായി മന്ത്രിക്കുന്നു, നീ നിന്റെ മാർഗത്തിലൂടെ സുധീരം സുഖമായി മുന്നോട്ടു പോകൂ. ആ ആനന്ദ മന്ത്രമാണ് ആരെയും ജീവിക്കാൻ ശക്തരാക്കുന്നത്. അതിൻ്റെ കേന്ദ്രബിന്ദുവോ മനസ്സും. മനസ്സിൻ്റെ സുസ്ഥിതിയിൽ ആർക്കും സുദൃഢം മുന്നോട്ടു പോകാം. തനിക്കെന്ന പോലെ അന്യനും ഈ ആനന്ദം വേണമെന്നും ഒരിക്കലും ദുഃഖം വരരുതെന്നും അഹിംസാധർമ്മത്തിലൂടെ ജീവിതം നയിക്കണമെന്നും വിചാരിക്കുന്നവർ ഉണ്ട്. അവരുടെ ജീവിതമത്രേ ശ്രേഷ്ഠം. ഒരു സംഘടിത മതത്തിൻ്റെ ലേബൽ കൂടാതെ തന്നെ സത്യവും ദയയും സ്നേഹവും മുറുകെ പിടിച്ച് തനിക്കും അന്യനും ആനന്ദപ്രദമായി ഈ ലോകജീവിതം നമുക്ക് നയിച്ചുകൂടെ? പരസ്പരം കലഹിച്ച് ജീവികൾക്ക് ദുഃഖമുണ്ടാക്കുന്നത് എന്തിനാണ്? ഒരേകലോക സാഹോദര്യമാണ് നാം സാധിക്കേണ്ടത്. ഒന്നായാലേ നന്നാകൂ, സുഖവും ക്ഷേമവും കൈവരൂ. സാമൂഹ്യ ജീവിയായ മനുഷ്യന് തന്നോടെന്ന പോലെ സമൂഹത്തോടുമുണ്ട് കടപ്പാടുകൾ. സാമൂഹ്യജീവിയായ മനുഷ്യൻ സങ്കല്പത്തിൻ്റെ മാതക അനുഭൂതികളിൽ നിന്ന് യാഥാർത്ഥ്യത്തിൻ്റെതായ ശാസ്ത്രബോധത്തിൻ്റെതായ പാതയിലൂടെ മുന്നോട്ടു പോകുകയാണ്. സമൂഹത്തോടും തന്നോട് തന്നെയുമുള്ള ബന്ധത്തിന് അന്നത്തേതിൽ നിന്ന് ഇന്ന് മൗലികമായി വ്യത്യാസം വന്നിട്ടുണ്ട്. സാമൂഹ്യക്ഷേമമാണ് ഇന്ന് പ്രധാനം. തന്നോട് തന്നെയുള്ള ബന്ധത്തിൽ മനുഷ്യൻ ഇന്ന് പുനരാലോചന നടത്തിയേ തീരൂ. ഹിംസയും ചൂഷണവും തട്ടിത്തെറിപ്പിച്ച് സദ്ധർമ്മ കർമ്മ നിരതനായി മുന്നോട്ട് പോകണം. മനുഷ്യജീവിതം ഇന്ന് വീർപ്പുമുട്ടുകയാണ്. ഈറ്റുനോവ് അനുഭവിക്കുന്ന മട്ടിലാണുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല ജീവിതം സുഖജീവിതമാണ്. സന്തുഷ്ടരായാലേ മനുഷ്യർ നല്ലവരായി തീരൂ. ജീവിത സുഖം സഹിക്കാതെ വരുമ്പോൾ ഏത് ദുഷ്കർമ്മത്തിനും അവർ തയ്യാറാകുന്നു. നക്സലൈറ്റുകളെ രാഷ്ട്രീയം കൊണ്ട് തന്നെ നേരിടണമെന്ന് പറയുന്നുണ്ട്. നക്സലൈറ്റുകൾ ആരാണ്? മനുഷ്യർ തന്നെ. അവർക്കും അവരുടെ ചുറ്റുപാടുള്ളവർക്കും സുഖമില്ല, സന്തുഷ്ടിയില്ല. അവർക്ക് സുഖവും സന്തുഷ്ടിയും നൽകാൻ കഴിയുമോ? എന്നാൽ അവർ നല്ലവരാകും. അവർക്കൊരു സുഖജീവിതം വേണം, അല്ലെങ്കിൽ നല്ല ജീവിതത്തിന് ജീവിതാനന്ദം വേണം. അതൊരു സാംസ്കാരിക വിപ്ലവം കൊണ്ടേ സാധിക്കൂ. മനസ്സിന് ഒരു സമുന്നത നിലവാരം. പണമുള്ളവൻ കേമൻ, ഇല്ലാത്തവൻ മോശക്കാരൻ എന്ന് ആരും കരുതരുത്. പണത്തേക്കാൾ വലുത് ഗുണമാണ്.
ആ മനോഗുണമാണ് ജീവിത വിജയത്തിന് ആർക്കും ആവശ്യം. എത്ര കണ്ട് മനസ്സ് നന്നാവുന്നുവോ അത്ര കണ്ട് സുഖം ഉണ്ട്. ഇത് സന്യാസമോ ഭജനമോ കാവ്യ വസ്ത്രധാരണമോ അല്ല. സാധാരണക്കാർക്ക് പോലും പരിശീലനത്തിലൂടെ സ്വന്തം മനസ്സിന് ശാന്തി നേടാവുന്നതാണ്. നിരന്തര പരിശീലനം വേണം.